നമ്മൾ രാത്രി പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പൊടി കലക്കുകയാണ് കേട്ടോ. ഞാൻ പച്ചവെള്ളത്തിൽ കലക്കുകയാണ്, എന്നിട്ട് അത് കാച്ചി എടുത്തിട്ട് തൈരാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ആയിട്ടുണ്ട്, കറികളും കാര്യങ്ങളൊക്കെ ആവുന്നതിന് മുമ്പ് അത് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാച്ചി വെച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ തൈര് ഉറയൊഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ തൈര് കുറച്ച് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മോര് കാച്ചി എടുക്കാമെന്ന് കരുതി. കുറേ നാളായി മോര് കാച്ചിയിട്ട് കഴിച്ചിട്ട്. അപ്പോൾ എന്നത്തേം പോലെ അമ്മയ്ക്ക് ഇപ്പോൾ ഓണമായപ്പോൾ പറഞ്ഞു ഓണമാണെങ്കിൽ മുട്ടയൊന്നും ഇപ്പോൾ കഴിക്കാൻ വേണ്ട, ഒക്കെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടയൊന്നും അകത്തോട്ട് ചെല്ലില്ല. അപ്പം നമ്മൾ ഇച്ചിരി മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വെച്ചിട്ട് മുട്ടത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുക. എനിക്ക് വലിയൊരു താല്പര്യമില്ല, അത്ര വലിയ ഇഷ്ടമില്ല അല്ല, എനിക്ക് അങ്ങനെ ഈ നോൺ ഐറ്റംസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ IBDയുടെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം കൊണ്ട് ഈ നോൺ ഐറ്റംസും സ്പൈസി ഐറ്റംസൊന്നും എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാനത് പതുക്കെ നിർത്തി വെച്ചതാണ്. അപ്പം നമ്മളിതാ മോര് കാച്ചാനുള്ള തയ്യാറെടുപ്പ് ചട്ടി അടുപ്പത്ത് വെച്ചു. വറ്റൽമുളകും നമ്മുടെ ഈ കടുക്, ഉലുവ ഇതൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട്, എന്നിട്ട് നമ്മുടെ തൈര് നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുക. അപ്പോൾ തൈരൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് ഒന്ന് ലൂസാക്കിയിട്ട് അത് അതിനകത്തോട്ട് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് എനിക്കിതിനകത്ത് ഈ കായം ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മോര് കാച്ചുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ ഈ കായം ഇടുന്നത്. പിന്നെ നമ്മുടെ മോര് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. പാല് കാച്ചി വെച്ചത് ഞാൻ ഒഴിക്കാൻ വേണ്ടി ഒഴിച്ച് വെച്ച് നല്ല ഇളക്കി അതിനകത്തോട്ട് ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പ്രാണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഒരു കവറ് മേളിലിട്ടിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ചോറുണ്ണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമ്മുടെ ഓണത്തിനുണ്ടാക്കിയ പുളിയിഞ്ചി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ മോരുകറി. എനിക്ക് അത്രയും മതി. അമ്മയ്ക്കാണ് മുട്ടത്തോരനൊക്കെ കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിളമ്പി കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് ഒരു രസം തന്നെയാണ്. പക്ഷെ അതില്ല. അപ്പോൾ ഇഷ്ടമാവാൻ സബ്സ്ക്രൈബ് ചെയ്യണേ.